പണത്തിൻ്റെയും സ്വത്തിൻ്റെയും പേരിലാണ് നമ്മുടെ നാട്ടിൽ പല അക്രമവും കൊലപാതകവും സംഭവിക്കുന്നത്. 2015 തിരുവനന്തപുരം ചെമ്പൂര് സ്വദേശി ശശിയുടെ ജീവനെടുത്തത് വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു. ശശിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ശിക്ഷ വിധിച്ച ദിവസമാണിത്. കീഴാരൂർ സ്വദേശി 47-കാരനായ ബിനുവിന് ജീവപര്യന്തം കഠിന തടവാണ് ശിക്ഷ. പ്രതി 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. കീഴാരൂർ ചെമ്പൂർ സ്വദേശി ശശി കൊല്ലപ്പെട്ട കേസിലാണ് ശിക്ഷ. 2015 ജനുവരി 6 രാത്രി 7 മണിക്കായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രതി ബിനുവിന്റെ വക 7.5 സെന്റ് വസ്തു 2013 കാലഘട്ടത്തിൽ ശശിയുടെ ഭാര്യയുടെ പേരിൽ വിലയ്ക്ക് വാങ്ങിയിരുന്നു. ഈ വസ്തുവിലുള്ള കൈത്തറിയും ചർക്കയും തിരികെ കൊടുക്കണമെന്നാവശ്യപ്പെട്ട് 2015 ബിനു ശശിയെ ഭീഷണിപ്പെടുത്തി. ഇവ മടക്കിക്കൊടുക്കാത്തതിനാൽ ഇയാൾ വിരോധം പുലർത്തിയിരുന്നു. സംഭവ ദിവസം ചെമ്പൂര് ജംഗ്ഷനിലെത്തിയ ശശിയെ കാത്തുനിന്ന ബിനു കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തിക്കൊണ്ട് തലയിലും കഴുത്തിലും വെട്ടുകയായിരുന്നു. ശശിയെ ഉടൻ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേസിൽ പ്രതി ബിനുവിനെ ജീവപര്യന്തം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനുമാണ് ശിക്ഷിച്ചത്. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറാണ് ശിക്ഷ വിധിച്ചത്. കൃത്യം നടന്നപ്പോൾ പ്രതി ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ പറ്റിയ രക്തക്കറ മരിച്ച ശശിയുടേതാണെന്ന് തെളിയിക്കാൻ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് കൊണ്ട് പ്രോസിക്യൂഷന് സാധിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ P. രമ പിന്നീട് മരിച്ചെങ്കിലും പകരം സീനിയർ പോലീസ് സർജൻ ഡോക്ടർ P. ശശികല കോടതിയിൽ ഹാജരായി മൊഴി നൽകുകയായിരുന്നു. പിഴത്തുക കെട്ടിവെച്ചില്ലെങ്കിൽ 6 മാസം അധിക തടവ് അനുഭവിക്കണമെന്ന് വിധിയിൽ പറയുന്നു. ശശിയുടെ ഭാര്യയും കേസിലെ സാക്ഷിയുമായ സിസിലിക്ക് വിക്ടിം കോമ്പൻസേഷൻ ആക്ട് പ്രകാരമുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് കോടതി ശുപാർശ ചെയ്തു. 22 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല A. അജികുമാർ, അഡ്വക്കേറ്റ് മഞ്ജിത എന്നിവർ കോടതിയിൽ ഹാജരായി. 2015 ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. അതിനും 2 വർഷം മുമ്പ് ഈ കേസിലെ പ്രതി ബിനുവിന്റെ വക 7.5 സെന്റ് വസ്തു മരണപ്പെട്ട ശശിയുടെ ഭാര്യ വിലയ്ക്ക് വാങ്ങി. അതിലുണ്ടായിരുന്നൊരു ചർക്ക ബിനുവിന് തിരികെ വേണമെന്ന് ഈ ഇടപാട് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് ശേഷം ശല്യപ്പെടുത്താനും നിരന്തരം ഭീഷണിപ്പെടുത്താനും തുടർന്നു. അതിൽ വെച്ചുള്ള വിരോധമാണ് ശശിയെ പിന്നീട് ഈ ചർക്ക തിരികെ കൊടുത്തില്ല എന്ന വിരോധ കാരണത്താൽ കൊലപ്പെടുത്തിയത്. വെള്ളറടയ്ക്ക് സമീപം ചെമ്പൂര് മാർക്കറ്റ് ജംഗ്ഷനിൽ പബ്ലിക് റോഡിൽ വെച്ചാണ് ഈ അരിങ്കൊല നടന്നിട്ടുള്ളത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര.